അപ്പോൾ കുട്ടികളെ, ഈ കവിതയെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ. എടാ മിണ്ടു, നീ പോയി സാറിന്റെ കസേരയുടെ സ്ക്രൂ അഴിച്ചു മാറ്റ് വേഗം. എന്താ? ഇതാ പിടിച്ചോ. പറഞ്ഞത് കേട്ടില്ലേ? വേഗം ചെല്ല്. ഹാപ്പി, സന്തു മിണ്ടും കൂടെ എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. എഴുന്നേറ്റ് പോയി നിന്റെ കഴിവ് തെളിയിക്ക് ഹാപ്പി. എന്താ നീ ചിന്തിക്കുന്ന ഹാപ്പി? വേഗാവട്ടെ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അവനെ പേടിപ്പിക്കണോ അതോ പേടിപ്പിച്ചോടിക്കണോ എന്ന്. എല്ലാ പ്ലാനും വെള്ളത്തിലാക്കിയല്ലോ ഈ മിണ്ടു. ഹാപ്പി, സന്തുവിന്റെ ചെയറിന് സ്ക്രൂ അഴിക്കൂ. ഗുഡ് ഐഡിയ. ക്ലാസ്സിൽ ഭൂതമോ? എടാ സന്തു, നീ താഴെ എന്തെടുക്കുവാടാ? ധീരു സാറിന്റെ ചെയറിന്റെ സ്ക്രൂ അഴിക്കാൻ പറഞ്ഞിട്ട് എന്റെ ചെയറിന്റെ സ്ക്രൂ ആരാ അഴിച്ചേ? അപ്പൊ അതായിരുന്നല്ലേ പരിപാടി. ഞാൻ ഇപ്പൊ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. നല്ല സ്റ്റൈലായിട്ട്. അത് കൊള്ളാലോ ഹാപ്പി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അടിപൊളി. നീ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. അവിടെ ഭൂതം ഉണ്ടായിരുന്നെന്ന്. ഇത് നിന്റെ സ്ഥിരം പരിപാടിയാ. എനിക്കറിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നു ഒരിക്കലും വിശ്വസിക്കത്തില്ലെന്ന്. എങ്ങനെ വിശ്വസിക്കാനാ? അതെന്താ ഭൂതത്തെ നിനക്ക് മാത്രം കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ മനസ്സിലാവും ഈ ക്ലാസ്സിൽ ഭൂതമുണ്ടെന്ന്. കണ്ടോ? ക്ലാസ്സില് ഭൂതമോ? ഇന്ന് നമ്മുടെ സ്കൂളിൽ വളരെ നേരത്തെ എത്തിയല്ലോ ഹാപ്പി. ഡിംബിയെക്കാളും നേരത്തെ. ഇത് നോക്ക്, എന്റെ കയ്യിൽ എന്താണെന്ന്. ഇതെന്താണ്? നീ എന്താ ടിവിയുടെ റിമോട്ട് സ്കൂളിൽ കൊണ്ടുവന്നിരിക്കാണോ? ഇതെന്റെ അങ്കിളിന്റെ മെഷീനാണ്. എന്റെ അങ്കിൾ വളരെ വലിയ സയന്റിസ്റ്റ് ആണ്. ഈ മെഷീൻ കൊണ്ട് ഭൂതത്തെ പിടിക്കാം. ഹാപ്പി, നീ അവൻ പറഞ്ഞത് കേട്ടോ? അയ്യോ, ഹാപ്പി ഇവിടെ പോയി. കേട്ടു, വളരെ നന്നായിട്ട് കേട്ടു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് വരുന്ന ലേസർ ഭൂതത്തെ ടച്ച് ചെയ്താൽ ഉടൻ ഭൂതത്തെ പിടിക്കും. ദാ ഇങ്ങനെ. ഹാപ്പി സൂക്ഷിച്ച്. ചിണ്ടു, നിനക്കിവിടെ ഭൂതങ്ങൾ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മിണ്ടുവിന്റെ മെഷീൻ വർക്ക് പോലും ചെയ്യുന്നില്ല, പിന്നെന്ത് കാണാനാ? ഹാപ്പി ദേ വീണ്ടും സൂക്ഷിച്ച്. ഈ പിനാക്കി എന്താ സ്വയം സംസാരിക്കുന്നത്? അതൊന്നുമില്ല, വെറുതെ ചുമ്മാ. ഇന്ന് ഹാപ്പി പിടിക്കപ്പെടുന്നാണ് തോന്നുന്നത്. ഇവൻ നന്നാവില്ല. ഹാപ്പി, ഇനി മതി നിന്റെ തമാശ. വേഗം വീട്ടിലേക്ക് വെക്കും. നമുക്ക് വീട്ടിൽ വെച്ച് കാണാം. ഓക്കേ ഡൺ. ഇനി ഞാൻ പോകുന്നു. പിനാക്കി, എന്റെ പവർ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഭൂതം ഉണ്ടെങ്കിൽ തന്നെ അത് പിടിതരാൻ നോക്കി നിൽക്കുവാണോ? സോ സ്മാർട്ട് സന്തു. എന്റെ അങ്കിൾ ഈ മെഷീൻ ഭയങ്കര സ്മാർട്ട് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ മെഷീൻ ഓൺ ആയാൽ ഉടനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഭൂതത്തിന് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇനി മെഷീനെ മാക്സിമം ലെവലിൽ ഇടാം. ഇനി എങ്ങനെ രക്ഷപ്പെടുന്നു കാണാലോ. പിനാക്കി, എന്തെങ്കിലും ചെയ്യൂ. എന്റെ പവർ ഒട്ടും വർക്ക് ചെയ്തില്ല. എന്നെ രക്ഷിക്കൂ. അയ്യോ, ഇനി ഇവൻ ഇവിടുന്ന് എങ്ങനെ പുറത്തു പോകും? എന്നെ നോക്ക് ഹാപ്പി. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. ടെൻഷൻ വേണ്ട, എന്നെ കോപ്പി ചെയ്താ മതി. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. യെസ്.
താങ്ക് യു പിനാക്കി, ഞാൻ പോകുന്നു. ഇതെന്ത് പൊട്ട മെഷീനാണ്? ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? പിനാക്കി! അയ്യോ, ഹാപ്പി പിടിക്കപ്പെട്ടല്ലോ. നിർത്ത്, നിർത്ത്. ഇതിന്റെ ബാറ്ററി തീർന്നതാ തോന്നുന്നത്. സന്തു, നീ എന്തിനാ ഈ മെഷീൻ താഴെയിട്ടത്? ഇനി ഞാൻ ഒരിക്കലും നിനക്ക് ഈ മെഷീൻ തരില്ല. ഹാപ്പി, നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും മെഷീനിൽ നിന്ന് പുറത്തിറക്കാം. എന്തെയും ഗപ്പുനെ വിളിക്കേണ്ടി വരുന്ന തോന്നുന്നു. ഒരു തവണ ഒരു ഭൂതത്തെ പിടിച്ചിട്ട് വേണം സന്തുവിനെയും ചെണ്ടുവിനെയും കാണിച്ചു കൊടുക്കാൻ. ഇനി ഇതുകൊണ്ട് ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ? എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് നിന്റെ ആ മെഷീൻ ഒന്ന് കാണണമായിരുന്നു. എനിക്കത് കാണിച്ചു തരോ? നിന്നെ സന്തു അല്ലേ വിട്ടിരിക്കുന്നേ? നീ സന്തുവിനെയും ചിന്നുവിനെയും പോലെ എന്നെ കളിയാക്കാൻ വന്നതല്ലേ? നീ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കളിയാക്കാൻ വന്നതാണെന്നോ? ഞാനും ഭൂതത്തെ കണ്ടിട്ടുണ്ടെന്ന്. സത്യം? നീയും ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് പറയാൻ പേടിയാ. കാരണം ആരും എന്നെ വിശ്വസിക്കില്ല. നമുക്ക് നിന്റെ മെഷീന്റെ സഹായത്തോടെ ഒരുമിച്ച് ഭൂതത്തെ പിടിക്കാം. പക്ഷേ ഭൂതം എവിടെയാ? ദേ നിന്റെ പുറകിൽ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ, മെഷീൻ ഓൺ ചെയ്യ്. മെഷീൻ വർക്ക് ചെയ്യുമല്ലോ. തീർച്ചയായും പോകാം, അവിടെ പോയി നോക്കിയാലോ. ഗപ്പു, ആ വിരി അവിടെ വച്ചിട്ടുണ്ടല്ലോ അല്ലേ? വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? നിനക്കും ഈ മെഷീൻ കൊണ്ട് അപകടമുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇനി നീ വേഗം പേടിയുള്ള പിനാക്കി അയക്കോ. പിനാക്കി, നീയും കൂടെ വരൂ. എനിക്ക് പേടിയാവുന്നു. വരാം. പിനാക്കി, നീ എന്റെ കൈ വിടല്ലേ. ഇതിന് പുള്ളിലിടാം. എനിക്ക് തോന്നുന്നു ഭൂത പേടിച്ചോടിയെന്ന്. ഇതിനെന്താ പിടിക്കാൻ പറ്റാത്തത്? മിണ്ടു. നീ എന്തായി പറയുന്നേ? ഈ മെഷീൻ പൊട്ടിപ്പോയുണ്ട്. ഇനി ഹാപ്പി ഒരിക്കലും പറയില്ല. എന്താ ഹാപ്പി? സോറി മൈ ബ്രദർ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇനി ചെയ്തോളൂ, ഞാനിത് വന്നു. ഹാപ്പി, ഇത് തമാശ കളിക്കേണ്ട സമയമാണോ? അത് പിന്നെ മെഷീൻ പൊട്ടിയപ്പോ തന്നെ ഞാൻ ഫ്രീ ആയില്ലേ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഗപ്പുവിനും പിനാക്കിക്കും എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നോക്കാൻ. ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നല്ലേ?